ഇവിടുത്തെ മെജോറിറ്റി ഹിന്ദു സമുദായത്തിന്റെ സ്ഥിതി എവിടുന്ന് എങ്ങോട്ട് പോയി, ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ജമാഅത്തിനെ ഈ നാട്ടിന്റെ രാഷ്ട്രീയത്തിൽ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ഇതുവരെ ജമാഅത്തിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്ത CPM-ന് ഈ ഇലക്ഷനിൽ ജനങ്ങൾ പിന്തുണ കൊടുക്കില്ല, കൊടുക്കരുത് ആണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. നാട് മുമ്പോട്ട് പോകണം, നമ്മളെ നാട്ടിൽ നിക്ഷേപം വരണം, വികസനം വരണം, നമ്മളെ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടണം, ഓൺട്രപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്സ്, ടെക്നോളജി മേഖലയിൽ നേട്ടം, ഇതെല്ലാം നമ്മൾ സൃഷ്ടിക്കണം. പക്ഷേ ജമാഅത്ത് പോലെ ഒരു തീവ്രവാദ സംഘടനയെ മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കൊണ്ടുവന്നാൽ ഇതൊന്നും നടക്കില്ല. കഴിഞ്ഞ 20 കൊല്ലം എന്റെ അടുത്ത് ഇത് ഫാക്റ്റും ഫിഗർ ഉണ്ട്. ഇവിടുത്തെ മെജോറിറ്റി ഹിന്ദു സമുദായത്തിന്റെ സ്ഥിതി എവിടുന്ന് എങ്ങോട്ട് പോയി, ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ വർഗീയവാദി വിളിക്കാൻ അറിഞ്ഞത്, ഇതെല്ലാം വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം പാവമായ സമുദായമാണ് ഹിന്ദു. അതിന്റെ ഫാക്ട് ഉണ്ട്. ഏറ്റവും കമ്മിയായ പെർ ക്യാപിറ്റൽ ലാൻഡ് ഓണർഷിപ്പ്, ഭൂമി ഓണർഷിപ്പ് ഏത് സമുദായമാണ്? ഹിന്ദു സമുദായമാണ്. ഏറ്റവും കമ്മി പെർ ക്യാപിറ്റൽ ഹൗസ്, വീടുള്ള സമുദായം ആരാണ്? ഹിന്ദു സമുദായമാണ്. അപ്പൊ ഇതെല്ലാം ചർച്ച ചെയ്യണം ഈ ഇലക്ഷനിൽ.